Hi friends, welcome back to my channel. Sims Nurses Corner. നമ്മളുടെ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റിൻ്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എക്സാം ക്രാക്ക് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, ബ്രെയിൻ അബ്സസ് ഈസ് മോർ ഫ്രീക്വൻ്റ്ലി ഡയഗ്നോസ്ഡ് ഇൻ പീപ്പിൾ ഹു ആർ. അതായത് ബ്രെയിൻ അബ്സസ് മോർ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നത് ഇമ്മ്യൂണോ സപ്രസ്ഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഓരോ പോയിന്റ്സ് ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ മാത്രമേ ഞാൻ ആൻസർ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കറക്റ്റ് ഓപ്ഷൻ ഇമ്മ്യൂണോ സപ്രസ്ഡ് പേഷ്യൻസ് ആണ്. ഏത് ഇൻഫെക്ഷൻ ആയാലും ഇമ്മ്യൂണോ സപ്രസ്ഡ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻറ്റിന് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ഹൈ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി സൈറ്റ് ദാറ്റ് ഹാസ് ഹയസ്റ്റ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഇൻസുലിൻ. ഹയസ്റ്റ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഇൻസുലിൻ ഉള്ള സൈറ്റ് അബ്ഡോമൻ ആണ്. ഓക്കെ, അബ്ഡോമൻ. ഇൻസുലിൻ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഹയസ്റ്റ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഇൻസുലിൻ അബ്ഡോമൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, while administering kyaxalate retention enema to promote potassium removal. പൊട്ടാസ്യം റിമൂവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയാക്സലേറ്റ് റിട്ടൻഷൻ എനിമ കൊടുക്കുന്നത്. ഇറ്റ് ഷുഡ് ബി റീറ്റൈൻഡ് ഫോർ, എത്ര നേരം റിട്ടേൺ ചെയ്യണം എന്നുള്ളത് 30 to 45 മിനിറ്റ് ആണ് റീറ്റെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ കറക്റ്റ് പ്രോപ്പർ ആക്ഷൻ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ കയാക്സലേറ്റ് റിട്ടൻഷൻ എനിമ ക്ലെൻസിങ് എനിമ ഈസ് ഗിവൺ ടു പ്രിവെൻറ്റ് ഫീക്കൽ ഇമ്പാക്ഷൻ. ഓക്കെ, ഫീക്കൽ ഇമ്പാക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലെൻസിങ് എനിമയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, the reason for more than 90% of recurrent UTI in women. 90% of recurrent UTI in women, the reason ഏതാണ്? Reinfection with new bacteria. Okay, reinfection with new bacteria. Next one, the criteria that indicate malfunctioning of pacemaker. Malfunctioning of pacemaker ന്റെ criteria ഏതാണ്? No spikes appearing on ECG. Okay, spikes ഒന്നുമില്ല, ECG യിൽ spikes ഒന്നും ഇല്ലാത്ത അതിനെയാണ്, ആ സമയത്താണ് malfunctioning of pacemaker എന്ന് പറയുന്നത്. ഓക്കെ, പേസ് മേക്കർ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് 3rd degree ഹാർട്ട് ബ്ലോക്കിനാണ്. നോടാണ് നോർമൽ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എ പേഷ്യൻറ്റ് റിസീവിംഗ് അമിനോഫിലിൻ ഷുഡ് ബി മോണിറ്റേർഡ് ഫോർ. അതിനകത്ത് അമിനോഫിലിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ചോദിക്കുന്നത്, ഹൈപ്പോടെൻഷൻ. ഓക്കെ, അമിനോഫിലിൻ നമുക്കറിയാം ബ്രോങ്കിയൽ ആസ്മ അതിന് കൊടുക്കുന്ന തിയോഫിലിൻ ഗ്രൂപ്പിൽ വരുന്നതാണ് അമിനോഫിലിൻ. ഇറ്റ് ഷുഡ് ബി മോണിറ്റർ ഫോർ ഹൈപ്പോടെൻഷൻ. ഓക്കെ, next one, the amount of sodium in 1 gram of salt. Amount of sodium in 1 gram of salt is 393 milligram. Okay, കുറച്ചൊരു കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 387.6 മില്ലിഗ്രാം ആണ്. നമ്മുടെ ഓപ്ഷനിൽ 393 ആണ് ഉണ്ടായിരുന്നത്, 393 മില്ലിഗ്രാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാക്ടോസ് ഈസ് ഗിവൺ ഫോർ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി പേഷ്യൻറ്റ് ബിക്കോസ് ഇറ്റ്. ലാക്ടോസ് എന്തിനാണ് കൊടുക്കുന്നത്? ടു റെഡ്യൂസ് ബ്ലഡ് അമോണിയ കോൺസെൻട്രേഷൻ. ബ്ലഡ് അമോണിയ എപ്പോഴും നമുക്കറിയാം വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ലാക്ടോസ് വരുന്ന ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി അറിയാമല്ലോ, ലിവർ ഡാമേജ് വന്നിട്ട് ബ്രെയിനിലേക്ക് അതിൻ്റെ എൻഡ് പ്രോഡക്ട്സ്, അതായത് വേസ്റ്റ് പ്രോഡക്ട്സ്, ഈ അമോണിയ പുറത്തേക്ക് പോകുന്നതിന് വരെ ബ്രെയിനിലേക്ക് അതിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സ് എത്തുമ്പോൾ ഒരു ക്രോണിക് കണ്ടീഷൻ, എന്താണ്, മെൻ്റൽ ഡിസ്ട്രെസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയുന്ന കൺഫ്യൂഷൻ, ആ ഒരു സ്റ്റേറ്റ്. അപ്പോൾ അതിനെ അങ്ങനെ ഒരു അക്യുമുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ലാക്ടോസ്. ഇറ്റ് ഈസ് ഹെൽപ്പ് ടു റെഡ്യൂസ് ബ്ലഡ് അമോണിയം കോൺസെൻട്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി മെയിൻ പർപ്പസ് ഓഫ് MELD സ്കോർ. MELD ഈസ്, വാട്ട് ഇസ് MELD? മോഡൽ ഫോർ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ്. ഓക്കെ, മോഡൽ ഫോർ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് ആണ് MELD എന്ന് പറയുന്നത്. ഈ MELD എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ്? ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, MELD സ്കോർ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, എങ്ങനെ ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MELD സ്കോർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പാങ്ക്രോണിയം ഈസ് അഡ്മിനിസ്റ്റേർഡ് ടു എ പേഷ്യൻറ്റ് ഓൺ PEEP ഡയഗ്നോസ്ഡ് ആസ് ARDS. PEEP എന്താണ്? പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ ഡയഗ്നോസ്, ARDS അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഓക്കെ, പാങ്ക്രോണിയം കൊടുക്കുന്നത് എന്തിനാണ്? പീപ്പിളുള്ള പേഷ്യൻറ്റ് പാങ്ക്രോണിയം കൊടുക്കുന്നത് എന്തിനാണ്? ടു റെഡ്യൂസ് പേഷ്യൻറ്റ് ഫൈറ്റിംഗ് വിത്ത് വെന്റിലേറ്ററുമായിട്ട് പേഷ്യൻറ്റ് ഫൈറ്റ് ചെയ്യുന്നതിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആക്ഷൻ എന്ന് വെച്ചാൽ സ്കെലറ്റൽ മസിൽ റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതനുസരിച്ച് അതുകൊണ്ട് പേഷ്യൻറ്റ് ഫൈറ്റ്, വെന്റിലേറ്ററുമായിട്ടുള്ള ഫൈറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദീസ് ആർ ദ സൈഡ്സ് ഓഫ് ഇൻസുലിൻ. ഓക്കെ, ഡെൽറ്റോയിഡ്, അബ്ഡോമൻ, 2 തൈസിൻ്റെയും ലാറ്ററൽ സൈഡ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലൂട്ടിയൽ റീജിയൻ. ഓക്കെ, ഇതൊക്കെയാണ് ഇൻസുലിൻ സൈറ്റ്സ്. ഇനി നേരത്തെ പറഞ്ഞ MELD സ്കോർ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് സിറം ബിലിറൂബിൻ ലെവൽ കൊടുക്കും, INR ലെവൽ, സിറം ക്രിയാറ്റിൻ. പേഷ്യൻറ്റ് ഹാവ് ഡയാലിസിസ് ഓർ ട്വൈസ് ഇൻ എ പാസ്റ്റ് വീക്ക്, അങ്ങനെ ഇതിൻ്റെ എല്ലാ ഓപ്ഷൻ കൊടുക്കുമ്പോൾ MELD സ്കോർ ഉണ്ട് 21 കിട്ടും. അപ്പോൾ ഇതനുസരിച്ച് വാല്യൂ, ഓരോ സ്കോർ അനുസരിച്ച് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
To prevent pulmonary embolism, heparin must be continued until the INR is within the therapeutic range. INR എന്തിനാണ് നോക്കുന്നത്? നമ്മൾ ഹെപ്പാരിൻ പോകുന്ന പേഷ്യൻറ്റിന് ചെക്ക് ചെയ്യുന്ന APTT പോകുന്ന പേഷ്യൻ്റ് വാർഫാരിൻ പോകുന്ന പേഷ്യൻ്റ് ചെക്ക് ചെയ്യുന്നതാണ് INR. ഹെപ്പാരിൻ പോകുന്ന പേഷ്യൻ്റ് ചെക്ക് ചെയ്യുന്നത് APTT ആണ്. APTT. ഇതിനകത്ത് പൾമണറി എംബോളിസം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെപ്പാരിൻ മസ്റ്റ് ബി കണ്ടിന്യൂഡ് അൻറ്റിൽ ദി INR ഈസ് വിത്തിൻ ദി തെറാപ്യൂട്ടിക് റേഞ്ച് ഓഫ് 2 to 2.5. 2 to 2.5 എത്തുന്ന വരെയാണ് പൾമണറി എംബോളിസം. നോർമൽ തെറാപ്യൂട്ടിക് റേഞ്ച് 2 to 3 ആണ്. ഓക്കെ, ഇനി പൾമണറി എംബോളിസം പ്രിവെൻറ്റ് ചെയ്യാനുള്ള പേഷ്യൻറ്റിന് കൊടുക്കേണ്ട INR ലെവൽ 2 to 2.5 ആയിരിക്കണം. ഓക്കെ, 2 to 2.5. നെക്സ്റ്റ് വൺ, patient who receives continuous timed interval feeding should be positioned semi-recumbent during the feeding and for a minimum of, അതായത് NG ട്യൂബ് ഫീഡിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈം ഇൻ്റർവെലിൻ്റെ ഫീഡ് അതുപോലുള്ള ഫീഡിങ് കൊടുക്കുന്ന കണ്ടിന്യൂസ് ടൈമിൽ കൊടുക്കുന്ന പേഷ്യൻറ്റിന് നമ്മൾ സെമി റെക്കമെൻഡ് പൊസിഷൻ എന്തിനാണ് കൊടുക്കുന്നത്, എത്ര നേരം കൊടുക്കണം? ഓക്കെ, 30 minutes ആഫ്റ്റർവേർഡ്സ് കൊടുക്കണം. സെമി റെക്കമെൻഡ് പൊസിഷൻ 30 minutes കൊടുക്കണം. എന്തിനാണ്? ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ സെമി റെക്കമെൻഡ് പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഫ്ലൂയിഡ് നമ്മുടെ കൊടുക്കുന്ന ഫുഡ് ഗ്രാവിറ്റിയുടെ പ്രസൻസിൽ സ്റ്റൊമക്കിലേക്ക് താഴത്തേക്ക് വരും. പ്രിവെൻറ്റ് ആസ്പിറേഷൻ, റിഗർജിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു, അതിലൂടെ ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ റാഷണൽ. ഓക്കെ, എത്ര മിനിറ്റ് ഇരിക്കണം എന്നുള്ളത് 30 minutes ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി മിനിമം ലെങ്ത് ഓഫ് എഫക്റ്റീവ് പൾമനറി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം RNDCP. ഓക്കെ, എഫക്റ്റീവ് പൾമനറി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ മിനിമം ലെങ്ത് 6 weeks ആണ്. ഓക്കെ, 6 weeks ആണ് RNDCP പ്രോഗ്രാം. നെക്സ്റ്റ് വൺ, ദി ട്രക്യോസ്റ്റമി ടേപ്പ് ഷുഡ് ബി ടൈറ്റൻഡ് അണ്ടിൽ, ട്രക്യോസ്റ്റമി ട്യൂബ് എത്ര ടൈറ്റ് ചെയ്യണമെന്നുള്ളത്, അത് 2 fingers ക്യാൻ ബി കംഫോർട്ടബിളി ഇൻസേർട്ടഡ് ഇറ്റ്. 2 ഫിംഗർ കംഫോർട്ടബിളി ഇൻസേർട്ട് ചെയ്തുകൊണ്ട് വേണം ട്രക്യോസ്റ്റമി ട്യൂബ് ടൈറ്റ് ചെയ്യാൻ. ആ ഒരു ടൈറ്റ് ആകാവൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, വൺ ഓഫ് ദി ക്രൈറ്റീരിയ ടു വീൻ എ പേഷ്യൻറ്റ് ഫ്രം വെന്റിലേറ്റർ ഈസ് വൈറ്റൽ കപ്പാസിറ്റി വിച്ച് ഷുഡ് ബി. വെന്റിലേറ്ററിൽ നിന്നും ഒരു പേഷ്യൻറ്റിനെ വീൻ ചെയ്യുന്നത് 10 to 15 ml/kg വൈറ്റൽ കപ്പാസിറ്റി അറ്റൈൻ ചെയ്തതിന് മാത്രം. നോർമൽ 60 to 70 ml/kg ആണ്. ഏകദേശം 4600 ഒക്കെയാണ് വരുന്നത്. 4600 ml ഒക്കെയാണ് വൈറ്റൽ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ 60 to 70 ml/kg ആണ് അതിൻ്റെ നോർമൽ വാല്യൂ. അത് 10 to 15 ml അറ്റൈൻ ചെയ്താൽ മാത്രമേ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ നിന്ന് വീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി? ഇൻസ്പിറേറ്ററി റിസർവ്ഡ് വോളിയം, ടൈഡൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ്ഡ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ്ഡ് വോളിയം, ടൈഡൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ്ഡ് വോളിയം. ഓക്കെ, ടൈഡൽ വോളിയത്തിൻ്റെ നോർമൽ വാല്യൂ 500 ml ആണ്. 500 ml എപ്പോഴും ചോദിക്കുന്നതാണ്. ടൈഡൽ വോളിയം 500 ml ആണ്. ഓക്കെ, 500 ml ആണ് ടൈഡൽ വോളിയം. നെക്സ്റ്റ് വൺ, യൂഷ്വലി നോ drains ആർ യൂസ്ഡ് ആഫ്റ്റർ pneumonectomy because. യൂഷ്വലി നോ drains ആർ യൂസ്ഡ് ആഫ്റ്റർ pneumonectomy because എന്തുകൊണ്ടാണ്? മീഡിയാസ്റ്റിനൽ ഷിഫ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മീഡിയാസ്റ്റിനൽ ഷിഫ്റ്റ് നമുക്കറിയാം ഹൈ പ്രഷർ ഉള്ളിടത്ത് നിന്ന് ലോ പ്രഷറിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ഡ്രെയിൻ കൊടുക്കുന്ന സമയത്ത് മറ്റേ സൈഡിൽ ഹൈ പ്രഷർ ആകുമ്പോൾ ആ സൈഡിലേക്കുള്ള കണ്ടൻസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് pneumonectomy കഴിഞ്ഞാൽ നമ്മൾ ഡ്രെയിൻ പൊട്ടിയാറില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി ഹയസ്റ്റ് പ്രയോറിറ്റി വെൻ പ്രൊമോട്ടിംഗ് ഓറൽ ഹൈജീൻ ടു അൺകോൺഷ്യസ് പേഷ്യൻറ്റ് ഈസ്. അൺകോൺഷ്യസ് പേഷ്യൻറ്റിന് നമ്മൾ ഇതുപോലുള്ള ഏത് പ്രൊസീജിയർ ചെയ്താലും ഹയസ്റ്റ് പ്രയോറിറ്റി ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ ആണ്. ഓക്കെ, ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ. നെക്സ്റ്റ് വൺ, ഇൻ ബക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് മെഡിക്കേഷൻ ഈസ് കെപ്റ്റ് ഇൻ ദി മൗത്ത് എഗെയിൻസ്റ്റ് മ്യൂക്കസ് മെമ്പറൈൻ ഓഫ് ചീക്കിനാണ്. ബക്കൽ അഡ്മിനിസ്ട്രേഷന് ചീക്കിനാണ്. അതായത് മ്യൂക്കസ് മെമ്പറൈനിൽ കാപ്പിലറീസിൻ്റെ എണ്ണം കൂടുതലാണ്, അതുകൊണ്ട് അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് ഹൈ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ചീക്കിൻ്റെ മ്യൂക്കസ് മെമ്പറൈൻ എടുത്താണ് ബക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് പുട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പാസീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് പാസീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് കൺട്രാക്ചേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കൺട്രാക്ചേഴ്സ് പ്രിവെൻറ്റ് ചെയ്യും. എപ്പിക്കൽ പൾസ് ക്യാൻ ബി അസസ്ഡ് അറ്റ് എപ്പിക്കൽ പൾസ് അസ് ചെയ്യുന്നത് ബിറ്റ്വീൻ 5th and 6th intercostal space. 5th and 6th intercostal space. നേരത്തെ പോലെ ഇൻ്റർനാഷണൽ നോർമലൈസേഷൻ റേഷ്യോ അല്ലെങ്കിൽ INR നോർമൽ 0.8 to 1.2. ഇനി കൊയാഗുലൻ തെറാപ്യൂട്ടിക് റേഞ്ച് 2 to 3 ആണ്. ഓക്കെ, ഇനി ട്രോമ, ഇൻ കേസ് ഓഫ് ഇനി ട്രോമയുള്ള പേഷ്യൻറ്റിൽ ഗ്രേറ്റർ ദാൻ 1.5 ആയിരിക്കും. അത് കൊയാഗുലോപ്പതിയാണ് കാണിക്കുന്നത്. അതായത് എന്തെങ്കിലും ബ്ലീഡിങ് സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നോർമൽ 0.8 to 1 അല്ലെങ്കിൽ 1.2 അതാണ് നോർമൽ റേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ, നേരത്തെ പറഞ്ഞ ഓറൽ റൂട്ട്. സബ്ലിംഗോയിലാണെങ്കിൽ നമ്മൾ ടങ്ങിനടിയിലുള്ള മ്യൂക്കസ് മെമ്പറൈനിൽ വയ്ക്കും. അതല്ല ബക്കലിലാണെങ്കിൽ ചീക്കിൻ്റെ സൈഡിലുള്ള സബ് മ്യൂക്കസ് മെമ്പറൈനിൽ വയ്ക്കും. മ്യൂക്കസ് മെമ്പറൈനിൽ. ഓക്കെ, ഇനി എപ്പിക്കൽ പൾസ് അസസ് ചെയ്യുന്നത് 5th and 6th intercostal സ്പേസിലാണ്. നെക്സ്റ്റ് വൺ,
Most common complication of MI, that is dysrhythmia. Most common complication of MI is dysrhythmia. Related complications ഏതാണ് ഡ്രസ്ലെസ് സിൻഡ്രോം. ഓക്കെ, ഡ്രസ്ലെസ് സിൻഡ്രോം ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ഡ്രസ്ലെസ് സിൻഡ്രോം ആണ് ലേറ്റ് കോംപ്ലിക്കേഷൻ ഓഫ് MI. Then comfortable position for emphysema patient, that is orthopenic position. Emphysema patient orthopenic position ആണ്. Emphysema means alveolar rupture ആണ്. Empyema pus collection ആണ്. Okay. Then normal CSF glucose level, that is 40 to 85%. Normal CSF glucose level, that is 40 to 85%. നമുക്ക് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ CSF ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയാണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണോ വൈറൽ മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് പ്രോട്ടീൻ, CSFലെ പ്രോട്ടീൻ 15 to 45% ആണ്. ടോട്ടൽ സെൽ കൗണ്ട് 0 to 5 സെൽസ് ആണ്. അപ്പിയറൻസ് ക്ലിയർ ആണ്. ഓക്കെ, അപ്പിയറൻസ് നോർമൽ ക്ലിയർ ആണ്. അബ്നോർമൽ കളർ CSF കളർ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് കണ്ടയക്കണം. നെക്സ്റ്റ് വൺ prednisolone. Usually not used along with aspirin. Prednisolone not used along with aspirin. എന്താണ് കാര്യം? along with എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ്റെ ഓപ്ഷൻ ആസ്പിരിൻ ആണ്. അതെന്താ, GI ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് ഇൻഫ്ലമേഷൻ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് പ്രെഡ്നിസോളോണും ആസ്പിരിനും ഒന്നിച്ച് കൊടുക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലാസിക്കൽ സൈൻ ഓഫ് ഫിയോക്രോമോസൈറ്റോമ. ഫിയോക്രോമോസൈറ്റോമ ഇസ് ട്യൂമർ ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ് ട്യൂമറിനെയാണ് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലാസിക്കൽ സൈൻ എന്താണ്? മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ. റെയർലി ഉള്ളതാണ് ഈ ഫിയോക്രോമോസൈറ്റോമ. അതിൻ്റെ ക്ലാസിക്കൽ സൈൻ മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ. യൂഷ്വലി മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ എന്താണ്? യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ആൻറ്റി ഹൈപ്പർടെൻസീവ് വന്ന് എഫക്റ്റീവ് അല്ലാത്തൊരു കണ്ടീഷനാണ് മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് ഫീറ്റൽ വെയിറ്റ് ഗെയിൻ ഈസ് അറ്റ് തേർഡ് ട്രൈമസ്റ്ററിലാണ് ഫീറ്റൽ വെയിറ്റ് ഗെയിൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ 27 ഫീറ്റൽ ബ്ലഡ് വെസൽ ഹാവിംഗ് ഹയസ്റ്റ് ഓക്സിജൻ കണ്ടന്റ് ഉള്ള ഫീറ്റൽ ബ്ലഡ് വെസൽ ഏതാണ്? ഡക്ടസ് വീനോസസ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, ഫീറ്റൽ സർക്കുലേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫീറ്റൽ ബ്ലഡ് വെസൽ ഹാവിംഗ് ഹയസ്റ്റ് ഓക്സിജൻ കണ്ടന്റ് ഈസ് ഇൻ ഡക്ടസ് വീനോസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ വെൻ ക്ലൈൻഡ് ലെഗ്സ് ആർ പ്ലേസ്ഡ് ഇൻ സ്റ്റിറപ്സ് ഫോർ ബർത്ത് ബോത്ത് legs should be positioned simultaneously to prevent when client legs are placed in stirrups. സ്റ്റിറപ്സിനകത്ത് നമ്മൾ ഡ്യൂറിങ് ഡെലിവറിയുടെ സമയത്ത് സ്റ്റിറപ്സിനകത്ത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാലം സൈമൾട്ടേനിയസ് ആയിട്ട് എന്തിനാണ് പ്ലേസ് ചെയ്യുന്നത്? രണ്ടും ഒരുപോലെ ഒന്നിച്ച് വയ്ക്കുന്നത് ടു പ്രിവെൻറ്റ് ട്രോമ ടു യൂട്രൈൻ ലിഗമെൻറ്റ്സ് ആണ്. ഓക്കെ, യൂട്രൈൻ ലിഗമെൻറ്റ്സിൻ്റെ ട്രോമ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സൈഡ് എഫക്ട്സ് ഓഫ് ലോങ് ടേം കോർട്ടിസോൺ തെറാപ്പി. കോർട്ടിക്കോസ്റ്റീറോയിഡ് ആണ്. കോർട്ടിസോൺ തെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് ബിഹേവിയറൽ ചേഞ്ചസ് ആണ്. ഓക്കെ, ഇത് കോമൺ ഡിസീസ് ആണ്, കോമൺ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, ബട്ട് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകും, മൂഡ് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് മെനിഞ്ചൈറ്റിസ് ഇൻ യങ് ചിൽഡ്രൻ ഈസ് പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ്. ഓക്കെ, പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ് ആണ് മെനിഞ്ചൈറ്റിസിൻ്റെ യങ് ചിൽഡ്രൻ മെനിഞ്ചൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോട്ടോഫോബിയാണ് മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു മാർക്ക്ഡ് സൈൻ. അതുപോലെ നക്കൽ റിജിഡിറ്റി, കർണിക് സൈൻ, കർണിക് സൈൻ, ബ്രുഡിൻസ്കി സൈൻ. ഓക്കെ, ഇങ്ങനെ മൂന്നെണ്ണമാണ് അതിനകത്ത് വരുന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. ഇതാണ് നമ്മൾ പറഞ്ഞ ഓർത്തോപെനിക് പൊസിഷൻ. കണ്ടോ, പേഷ്യൻ്റ് ലീൻ ഫോർവേഡ് ആയിരിക്കും, അപ്പോൾ കൂടുതൽ ലങ് എക്സ്പാൻഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻ്റ് എംഫൈസിമ ഉള്ള പേഷ്യൻ്റ് കൂടുതൽ ലങ്സ് കൂടുതൽ എയർ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റും. ഓക്കെ, സോ എൻ്റെ ഇതുവരെയുള്ള വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ലക്ക്.